ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം. ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പള്ളിപ്പുറത്ത് കാവ് എന്ന കഥയാണ് ഞാനിന്ന് വായിക്കുന്നത്. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ ഭഗവതി ക്ഷേത്രം തിരുവിതാംകൂർ സംസ്ഥാനത്ത് കോട്ടയം താലൂക്കിൽ കോടിമത ദേശത്തും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മൂർത്തി സാക്ഷാൽ ഭദ്രകാളിയുമാണ്. ഇപ്പോൾ കോട്ടയത്ത് കൊട്ടാരത്തിൽ ഉണ്ണി എന്ന് പറഞ്ഞു വരുന്നവരുടെ ഗൃഹം പണ്ട് കോട്ടയത്ത് നിന്ന് ഏകദേശം 8 നാഴിക കിഴക്ക് അമയന്നൂർ എന്നു പറയുന്ന ദേശത്തായിരുന്നു. ആ ഭവനത്തിൽ നിന്ന് ഒരാൾ കൊല്ലവർഷം 4-ാം ശതകത്തിൽ ശ്രീ പോർക്കലിയിൽ പോയി ഭക്തിപൂർവ്വം ഭഗവതിയെ സേവിച്ചു. അങ്ങനെ 2-3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം കണ്ണടച്ച് ദേവിയെ ധ്യാനിച്ചു കൊണ്ടിരുന്ന സമയം ആരോ അടുക്കൽ ചെന്ന്, നിന്റെ ഭക്തിവിശ്വാസാദികൾ കൊണ്ടും സേവ കൊണ്ടും ഞാൻ ഏറ്റവും സന്തുഷ്ടയായി തീർന്നിരിക്കുന്നു. നീ ഇനി ഇവിടെ താമസിക്കണമെന്നില്ല. നിന്റെ മുമ്പിലിരിക്കുന്ന നാന്തകം വാൾ എടുത്തു കൊണ്ടുപോയിക്കൊള്ളുക. ഈ വാൾ വെച്ച് എന്നെ ധ്യാനിച്ച് പതിവായി പൂജിച്ചു കൊണ്ടാൽ നിന്റെ സകല അഭീഷ്ടങ്ങളും സിദ്ധിക്കും എന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. ഉടനെ കണ്ണു തുറന്ന് നോക്കിയിട്ട് അവിടെയെങ്ങും ആരെയും കണ്ടില്ല. എങ്കിലും ഒരു നാന്തകം വാൾ തൻ്റെ മുന്നിൽ ഇരിക്കുന്നതായി അദ്ദേഹം കണ്ടു. അതിനാൽ താൻ കേട്ടത് ഭഗവതിയുടെ കൽപ്പനയാണെന്നും ഈ വാൾ തൻ്റെ മുന്നിൽ കൊണ്ടുവച്ചത് ഭഗവതി തന്നെയാണെന്നും വിശ്വസിച്ച് അദ്ദേഹം ആ വാളും എടുത്തുകൊണ്ട് അവിടെ നിന്ന് മടങ്ങി സ്വദേശത്തേക്ക് പുറപ്പെട്ടു. ആ ദേവീഭക്തൻ ഏതാനും ദിവസങ്ങൾ കൊണ്ട് സ്വദേശത്തിന് സമീപം കുമാരനെല്ലൂർ ക്ഷേത്ര സന്നിധിയിലെത്തുകയും തനിക്ക് ശ്രീ പോർക്കലിയിൽ നിന്ന് കിട്ടിയ വാൾ വെച്ച് പൂജിക്കുന്നതിന് സൗകര്യമുള്ളതായ ഒരു സ്ഥലം തന്നാൽ കൊള്ളാമെന്ന് അവിടെ ദേവസ്വാധികാരികളും ഊരാൺമ യോഗക്കാരുമായ മഹാബ്രാഹ്മണരോട് അപേക്ഷിക്കുകയും ചെയ്തു. അക്കാലത്ത് കുമാരനെല്ലൂർ കാർത്യാനി ക്ഷേത്രത്തിൽ കൊല്ലം തോറും 28 ദിവസത്തെ ഉത്സവമുണ്ടായിരുന്നു. കുമാരനെല്ലൂർ ക്ഷേത്രത്തെപ്പറ്റിയും നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ആ കഥയും കേൾക്കാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. തുലാമാസത്തിൽ രോഹിണിനാൾ കൊടിയേറ്റും വൃശ്ചിക മാസത്തിൽ രോഹിണിനാൾ ആറാട്ടുമായിരുന്നു പതിവ്. കൊടിയേറിയാൽ ഉത്സവാവസാനം വരെ എല്ലാ ദിവസവും കാലത്ത് ആറാട്ടും പതിവുണ്ടായിരുന്നു. ആ ആറാട്ട് ഓരോ ദിവസവും ഓരോ ദേശത്തായിരുന്നു പതിവ്. ആ കൂട്ടത്തിൽ ഒരു ദിവസത്തെ ആറാട്ട് കോടിമതയാണ് നടത്തിയിരുന്നത്. ആ ദേശത്ത് കുമാരനെല്ലൂർ ദേവസ്വം വകയായി ഒരു ചെറിയ കൊട്ടാരവും ഉണ്ടായിരുന്നു. ഭഗവതിയെ ആറാട്ടിനായി കോടിമതയെ എഴുന്നള്ളിച്ചാൽ കൊടൂരാറ് എന്ന് പറഞ്ഞു വരുന്ന നദിയിൽ ആറാട്ട് കഴിച്ച് തിരിച്ചെഴുന്നള്ളിക്കുന്ന സമയം മേൽപ്പറഞ്ഞ കൊട്ടാരത്തിൽ ഇറക്കി എഴുന്നള്ളിച്ച് ഒരു പൂജ നടത്താറുണ്ടെന്നല്ലാതെ ആ കൊട്ടാരം കൊണ്ട് ദേവസ്വത്തിലേക്ക് വലിയ ഉപയോഗമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ നാന്തകമാൾ ആ കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് വെച്ച് പൂജിച്ചു കൊള്ളുന്നതിന് ഊരാൺമ യോഗക്കാർ അനുവദിക്കുകയും ആ ഭക്തൻ അപ്രകാരം ചെയ്തു തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താമസവും ആ കൊട്ടാരത്തിൽ തന്നെ ആയി എന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. ദേവീഭക്തനായ അദ്ദേഹം വലിയ മാന്ത്രികനായിരുന്നു. അതിനാൽ അദ്ദേഹം കോടിമത കൊട്ടാരത്തിൽ താമസമായതിനു ശേഷം ചില ബാധോപദ്രവക്കാരും മറ്റും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലുകയും അദ്ദേഹം ഭസ്മം ജപിച്ചു കൊടുത്ത് ഉപദ്രവങ്ങളെല്ലാം മാറ്റുകയും ചെയ്തു തുടങ്ങി. ഉന്മാദം, അപസ്മാരം മുതലായവ പോലും മാറ്റുന്നതിന് അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഭസ്മം ജപിച്ചിടുകയോ അദ്ദേഹം ജപിച്ചു കൊടുക്കുന്ന ഭസ്മം തൊടുകയോ ചെയ്താൽ സകല ദുഷ്ടബാധകളും തൽക്ഷണം ഒഴിയുമായിരുന്നു. അതിനാൽ ബാധോപദ്രവക്കാരും ഭ്രാന്തന്മാരും മറ്റുമായ അസംഖ്യം ആളുകൾ ദിവസം തോറും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ വരുന്നവരെല്ലാം യഥാശക്തി പണവും മറ്റും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് വന്ദിക്കുകയും പതിവായിരുന്നു. എന്നാൽ അദ്ദേഹം അതൊന്നും എടുക്കാറില്ല. ഭക്തി കൊണ്ട് വിരക്തനായി തീർന്നിരുന്ന അദ്ദേഹത്തിന് പണം എന്തിനാണ്? അദ്ദേഹത്തിന് ഭക്ഷണം തന്നെ ഒരു നേരമേ ഉണ്ടായിരുന്നുള്ളൂ. കാലത്തെ കുളിയും നിത്യകർമാനുഷ്ഠാദികളും കഴിഞ്ഞാൽ നാഴിയരി വെച്ച് ഭഗവതി പൂജയ്ക്ക് നിവേദ്യം കഴിക്കും. പൂജ കഴിഞ്ഞാൽ ആ നാഴിയരിയുടെ ചോറ് ഭക്ഷിക്കും. പിന്നെ ജലപാനം പോലും കഴിക്കുകയുമില്ല. അങ്ങനെയാണ് അദ്ദേഹം ദിവസവൃത്തി കഴിച്ചിരുന്നത്. അദ്ദേഹത്തിന് പൂജയ്ക്ക് ആവശ്യമുള്ള നാഴിയരിയും കുറേ പൂവും കൊണ്ട് ചെന്ന് കൊടുക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാഴ്ചയായും ദക്ഷിണയായും വരുന്ന പണമെല്ലാം എടുത്തുകൊണ്ടു പോകാം. അതിനാൽ ദിവസം പ്രതി അദ്ദേഹത്തിന് വേണ്ടുന്ന അരിയും പൂവും കൊണ്ട് ചെന്ന് കൊടുക്കുന്നതിന് പലരും സന്നദ്ധരായിരുന്നു. നാഴിയരിയും കുറേ പൂവും കൊണ്ട് ചെന്ന് കൊടുത്താൽ 10ഉം 100ഉം ചില ദിവസങ്ങളിൽ 1000ഉം പണം വീതം കിട്ടുമെന്ന് വന്നാൽ അതിലേക്ക് ആളുകൾ സന്നദ്ധരാകുന്നത് ഒരത്ഭുതവുമല്ലല്ലോ. ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വർത്തമാനം അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ അറിയുകയും അവിടെ നിന്ന്, അതായത്
ആമേന്നൂരുണ്ടായിരുന്ന ഗ്രഹത്തിൽ നിന്ന് ചില പുരുഷന്മാർ കോട്ടയത്തെത്തി അദ്ദേഹത്തോടു കൂടി താമസിക്കുകയും അദ്ദേഹത്തിന് പൂജയ്ക്ക് വേണ്ടുന്ന അരിയും പൂവും ശേഖരിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ദിവസം പ്രതി വന്നുകൊണ്ടിരുന്ന പണമെടുത്ത് കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു തുടങ്ങി. ആ കുടുംബക്കാർക്ക് അന്ന് നിത്യവൃത്തിക്ക് വളരെ ഞെരുക്കമായിരുന്നു. സ്വകുല വിദ്യയാകുന്ന തീയാട്ട്, അതായത് ഭദ്രകാളി പ്രസാദത്തിനായി നടത്തി വരുന്ന ഒരു വഴിപാട്. എന്ന അടിയന്തരം വല്ലവരും ആവശ്യപ്പെട്ടാൽ പോയി കഴിച്ച് അതിന് കിട്ടുന്ന ആദായം കൊണ്ടാണ് ആ കുടുംബക്കാർ ഉപജീവനം കഴിച്ചു വന്നിരുന്നത്. അവർക്ക് ഈ ആദായം കൂടി ഉണ്ടായപ്പോൾ ദിവസവൃത്തിക്ക് ഒട്ടും ഞെരുക്കമില്ലാതെയായി തീർന്നു. ഇങ്ങനെ ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഭഗവതി ഭക്തൻ പ്രായാധിക്യം നിമിത്തം ഏറ്റവും പരവശനായി തീരുകയാൽ തൻ്റെ ജ്യേഷ്ഠ ഭ്രാതൃപുത്രന്മാരിൽ മൂത്തയാളെ അടുക്കൽ വിളിച്ചിരുത്തി ചില മന്ത്രങ്ങളും ഭഗവതിയെ സേവിക്കാനുള്ള മുറകളും പൂജാക്രമങ്ങളും ഉപദേശിക്കുകയും തൻ്റെ കൈവശമുണ്ടായിരുന്ന മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കയ്യിൽ കൊടുക്കുകയും ചെയ്തിട്ട്, മന്ത്രവാദികൾ പഠിച്ചും അറിഞ്ഞും ഇരിക്കേണ്ടുന്നവയെല്ലാം ഈ ഗ്രന്ഥങ്ങളിലുണ്ട്. ഭഗവതിയെ ഭക്തിപൂർവ്വം സേവിച്ചു കൊണ്ടിരുന്നാൽ ഈ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളവയെല്ലാം ചെയ്താൽ ശരിയായി ഫലിക്കും. ദേവിയെക്കുറിച്ചുള്ള ഭക്തിയും സേവയും കുറഞ്ഞാൽ ഫലവും അതിനനുസരണമായിരിക്കും. അതിനാൽ ഭഗവതിയെ ഞാനിപ്പോൾ സേവിച്ചു വരുന്നത് പോലെ നീയും സേവിച്ചു കൊണ്ടിരിക്കുകയും അവസാന കാലത്ത് നീയും ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ അന്ന് കുടുംബത്തിൽ മൂത്തയാൾക്ക് വേണ്ടുന്നതെല്ലാം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ പാരമ്പര്യമുറയ്ക്ക് എല്ലാവരും ചെയ്തു കൊള്ളട്ടെ. ഗ്രന്ഥങ്ങളിൽ ചില കഠിന പ്രവർത്തികൾ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അവയൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പെട്ടെന്ന് ഫലസിദ്ധിയും ധനലബ്ധിയും ഉണ്ടാകുന്നതിന് ദുഷ്കർമ്മങ്ങളാണ് അധികം ഉപയോഗപ്പെടുന്നതെന്ന് ഒരു പക്ഷമുണ്ട്. എങ്കിലും അത് നല്ലതല്ല. ദേവിയെ വേണ്ടതുപോലെ സേവിച്ചു കൊണ്ടാൽ ഏത് കർമ്മത്തിനും ഫലസിദ്ധിയും ധനലാഭവും ഉണ്ടാകും. എങ്കിലും ധനം അധികം സമ്പാദിക്കുന്നതും നല്ലതല്ല. ധനം ക്രമത്തിലധികം വർദ്ധിച്ചാൽ ദേവിയെക്കുറിച്ചുള്ള ഭക്തിയും ദേവിയെങ്കിലുള്ള പ്രതിപത്തിയും കുറഞ്ഞു പോകും. അതിനാൽ ധനകാംക്ഷ കൂടാതെ ഭഗവതിയെ ഭക്തിപൂർവ്വം സേവിച്ചു കൊണ്ടിരുന്നാൽ മതി. എന്നാൽ വേണ്ടതെല്ലാം ഭക്തവത്സലയായ ദേവി ഉണ്ടാക്കിത്തരും. തൻ്റെ ഭക്തന്മാർ കഷ്ടപ്പെടരുത് എന്നുള്ള വിചാരം കരുണാനിധിയായ ദേവിക്ക് ഉണ്ടാകാതെ ഇരിക്കില്ല. എൻ്റെ അവസാനകാലം അടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കുന്നത്. നിനക്ക് ദേവി പ്രസാദം മൂലം സർവ്വവിധ മംഗളങ്ങളും ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ കൈകൾ ആ സഹോദരപുത്രൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുകയും അനന്തരം അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അനായാസന ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്തു. ആ ദേവി ഭക്തൻ ഒരു വിരക്തനും നിത്യബ്രഹ്മചാരിയുമായിരുന്നുവെന്നും അദ്ദേഹം മരിച്ചപ്പോൾ പ്രായം 107 വയസ്സായിരുന്നുവെന്നുമാണ് കേട്ടിട്ടുള്ളത്. ശ്രീ പോർക്കരിയിൽ പോയി ഭഗവതിയെ സേവിച്ചു കൊണ്ടുവന്ന ആളോളം തന്നെ ഭക്തിയും വിശ്വാസവും ദേവീ സേവയിലുള്ള പ്രതിപത്തിയും ആ സ്ഥാനത്ത് പിന്നെ വന്നയാൾക്കും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം മുൻപിരുന്ന ആളെപ്പോലെ ബ്രഹ്മചാരിയുമല്ലായിരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ച് ഭാര്യ പുത്രാദികളോടുകൂടി താമസിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹം ദേവിയെ പൂജിക്കുകയും സേവിക്കുകയും ചെയ്തുകൊണ്ട് കോട്ടയത്ത് തന്നെ സ്ഥിരതാമസമാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുത്രാദികളും അവിടെ ചെന്ന് ചേർന്നു. പിന്നെ അവരെല്ലാവരും ആ കൊട്ടാരത്തിൽ തന്നെ താമസമായി. അത് ഭഗവതിക്ക് ഒട്ടും ഹിതമായില്ല. അതിനാൽ ആ കുടുംബക്കാർക്ക് ചില ഉപദ്രവങ്ങൾ നേരിട്ട് തുടങ്ങി. എന്ന് മാത്രമല്ല, ദേവിയുടെ സേവകനായിരുന്ന ഗൃഹനായകൻ രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങുന്ന സമയം ആരോ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന്, ഞാനിരിക്കുന്ന സ്ഥലത്ത് കുടുംബസഹിതം താമസിച്ചുകൂടാ. അതിനാൽ നിന്റെ ഭാര്യയെയും മറ്റും ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് മാറ്റി കുടിയിരുത്തണം എന്ന് പറയുകയും ഭയപ്പെടുത്തുകയും പതിവായി തീർന്നു. ഇങ്ങനെ തൻ്റെ അടുക്കൽ വന്ന് പതിവായി പറയുന്നത് ഭഗവതി തന്നെയാണെന്നും കുടുംബത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത് ഭഗവതിയുടെ വിരോധം കൊണ്ടാണെന്നും അദ്ദേഹത്തിന് തോന്നി. എങ്കിലും തീർച്ചപ്പെടുത്താനായി അദ്ദേഹം ഒരു നല്ല പ്രശ്നക്കാരനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് നോക്കിക്കുക ചെയ്തു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ പ്രശ്നക്കാരനും വിധിച്ചു. അതിനാൽ ഒരു ക്ഷേത്രം പണിയിച്ച് ഭഗവതിയെ മാറ്റി കുടിയിരുത്തണമെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തുകയും അതിനായി ശ്രമിച്ചു തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ പള്ളിപ്പുറത്ത് കാവുക്ഷേത്രം ഇരിക്കുന്ന സ്ഥലവും അന്ന് കുമാരനെല്ലൂർ ദേവസ്വം വകയായിരുന്നു. ആ സ്ഥലം അദ്ദേഹം ക്ഷേത്രം പണിയിക്കുന്നതിനായി ഊരാൺമയോഗക്കാരോട് എഴുതി വാങ്ങി. പിന്നെ അദ്ദേഹം തൻ്റെ ആഗ്രഹവും ആവശ്യവും വയസ്കര പോറ്റിയുടെ അടുക്കൽ അറിയിച്ചു. അപ്പോൾ വയസ്കര മൂസ എന്ന് പറഞ്ഞു വരുന്നവരുടെ ഇല്ലത്തുള്ളവരെ അക്കാലത്ത് വയസ്കര പോറ്റി എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. വയസ്കര പോറ്റി അന്ന് നാടുവാഴ്ച ഉണ്ടായിരുന്ന തെക്കുംകൂറി രാജാവിൻ്റെ വൈദ്യനായിരുന്നു.
വയസ്കര ഇല്ലത്തെപ്പറ്റിയും നമ്മളുടെ കഥ ചെയ്തിട്ടുണ്ട്. കേൾക്കാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. കോടിമത, തിരുനക്കര എന്നീ ദേശങ്ങളിന്മേലുള്ള ആധിപത്യവും തെക്കുംകൂർ രാജാവ് വയസ്കര പൊറ്റിക്ക് വിട്ടുകൊടുത്തിരുന്നു. മേൽപ്പറഞ്ഞ ദേശങ്ങളിലെ ജനങ്ങളെ രാജാവ് വയസ്കര പൊറ്റിക്ക് മരുന്നുകൾ പറിച്ചുകൊണ്ട് ചെന്ന് കൊടുക്കുന്നതിനും മറ്റുമായി ആജ്ഞാകാരന്മാരാക്കി നിയമിക്കുകയും ചെയ്തിരുന്നു. ഈ ദേശങ്ങളിന്മേൽ അന്ന് സർക്കാരിലേക്ക് സിവിൽ ക്രിമിനൽ അധികാരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നികുതി പിരിച്ചെടുക്കുന്നതിനും മറ്റുമുള്ള അധികാരമെല്ലാം വയസ്കര പൊറ്റിക്കായിരുന്നു. അതിനാൽ ഈ ദേശത്ത് ഏത് കാര്യം നടത്തുന്നതിനും വയസ്കര പൊറ്റിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. പ്രത്യുത അദ്ദേഹത്തിൻ്റെ അനുവാദവും സമ്മതവും കൂടാതെ ഈ ദേശത്ത് യാതൊരു കാര്യവും നടക്കുകയുമില്ലായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ദേവീസേവകനായ ആ ഉണ്ണി തൻ്റെ ആഗ്രഹം വയസ്കര പോറ്റിയുടെ അടുക്കൽ അറിയിച്ചത്. അദ്ദേഹം വയസ്കര പോറ്റിയുടെ അനുവാദവും ആനുകൂല്യവും സകലവിധ സഹായങ്ങളും ദേശക്കാരുടെ സഹകരണവും നിമിത്തം നിഷ്പ്രയാസം അജിരേണ ക്ഷേത്രം പണി കഴിപ്പിക്കുകയും പ്രസിദ്ധ തന്ത്രിയായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാടിനെ വരുത്തി അദ്ദേഹത്തെ കൊണ്ട് ഒരു സുമുഹൂർത്തത്തിങ്കൽ ഭഗവതിയെ അവിടെ കുടിയിരുത്തിച്ച് കലശം മുതലായവ നടത്തിക്കുകയും വയസ്കര പോറ്റി മുതലായവരുടെ സമ്മതപ്രകാരം ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട് ആ ക്ഷേത്രത്തിന് പള്ളിപ്പുറത്തുകാവ് എന്ന് പേരിടുകയും ചെയ്തു. ഇപ്രകാരമെല്ലാമാണ് പള്ളിപ്പുറത്തുകാവിൻ്റെ ഉത്ഭവം. ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാടിനെ അറിയാത്തവർക്കായി അദ്ദേഹത്തിൻ്റെ കഥയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ക്ഷേത്രം പണിയിച്ച് ഭഗവതിയെ അവിടെ കുടിയിരുത്തി കഴിഞ്ഞപ്പോൾ അക്കാലം വരെ ദേവിയെ പൂജിച്ചു കൊണ്ടിരുന്നയാൾക്ക് മേലാൽ ഈ ദേവിയെ പൂജിക്കുന്നതിന് താനായാൽ മതിയാവുകയില്ലെന്ന് തോന്നുകയാൽ അന്നു മുതൽ ക്ഷേത്രത്തിൽ ശാന്തിക്ക് ബ്രാഹ്മണരെ നിയമിച്ച് നടത്തി തുടങ്ങുകയും അദ്ദേഹം ഭക്തിപൂർവ്വം ഭഗവതിയെ സേവിച്ചുകൊണ്ട് കുടുംബസഹിതം കൊട്ടാരത്തിൽ തന്നെ സ്ഥിരതാമസമാക്കുകയും അമയന്നൂരുണ്ടായിരുന്ന പൂർവ്വഗ്രഹം ഉപേക്ഷിക്കുകയും ചെയ്യുകയാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വംശന്മാർക്കും കൊട്ടാരത്തിലുണ്ണി എന്നുള്ള പേര് തന്നെ സ്ഥിരപ്പെട്ടു. ഇത്രയും പറഞ്ഞതുകൊണ്ടും എൻ്റെ പേര് കൊണ്ടും ഇത് എഴുതുന്ന ഞാനും അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിൽ ഉൾപ്പെട്ട ആളാണെന്നുള്ള പരമാർത്ഥം വായനക്കാർ ഊഹിച്ചു കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഞാനിത് പറഞ്ഞാൽ തെക്കേ സമുദ്രത്തിൽ സേതു ബന്ധിച്ചത് നമ്മുടെ ശ്രീരാമൻ അമ്മാവനാണ് എന്നൊരു ക്ഷത്രിയ രാജാവും 7 സമുദ്രങ്ങളും കുടിച്ചു വറ്റിച്ചത് നമ്മുടെ അഗസ്ത്യ മുത്തച്ഛനാണ് എന്നൊരു നമ്പൂരിയും പറഞ്ഞതുപോലെ വായനക്കാർക്ക് തോന്നുമായിരിക്കാം. അതിനാൽ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെയാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത്. കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവം കാലക്രമേണ വൃശ്ചിക മാസത്തിൽ രോഹിണി ആറാട്ടാകുവാൻ തക്കവണ്ണം 10 ദിവസം മാത്രമായി തീരുകയും കോടിമതയ്ക്കുള്ള എഴുന്നള്ളിപ്പും കൊട്ടാരത്തിലുള്ളവ ഇറക്കിപ്പൂജയും വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യുകയാൽ കൊട്ടാരത്തിലെ ഇവരുടെ താമസം ക്ഷേത്രകാര്യത്തിന് പ്രതിബന്ധമായി തീർന്നുമില്ല. ഇനി പള്ളിപ്പുറത്തുകാവിൽ ഭഗവതിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് കൂടി സ്വല്പം പറയാം. ഒരിക്കൽ ചെങ്ങന്നൂർക്കാരൻ ഒരു കരിങ്കൽ പണിക്കാരന് ഭ്രാന്ത് തുടങ്ങി. അതിന് പലരെ കൊണ്ടും പല മന്ത്രവാദങ്ങളും ചികിത്സകളും ചെയ്തിട്ടും പല ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ഭജനമിരുത്തിയിട്ടും യാതൊരു ഭേദവും ഉണ്ടായില്ല. ഒടുക്കം അവനെ അവൻ്റെ സഹോദരന്മാർ ഏറ്റുമാനൂർ ക്ഷേത്ര സന്നിധിയിൽ കൊണ്ടുപോയി ഭജനമിരുത്തി. അവിടെ 41 ദിവസം ഭജനമിരുന്നപ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് കടന്നാൽ അവന് ഭ്രാന്തില്ല, മതിൽക്ക് പുറത്തിറങ്ങിയാൽ ഭ്രാന്ത് തുടങ്ങും എന്ന സ്ഥിതിയായി. അതിനാൽ വീണ്ടും അവിടെ 1 കൊല്ലം കൂടി അവനെ ഭജനമിരുത്തി. അതുകൊണ്ടും വിശേഷമൊന്നും ഉണ്ടായില്ല. അതിനാൽ അവൻ്റെ സഹോദരന്മാർ നൈരാശ്യത്തോടു കൂടി അവനെ സ്വദേശത്ത് തന്നെ കൊണ്ടുപോകാനായി പുറപ്പെട്ടു. ഏറ്റുമാനൂർ മതിൽക്ക് പുറത്തിറങ്ങിയപ്പോൾ ആ ഭ്രാന്തൻ ഉടുത്തിരുന്ന മുണ്ടഴിച്ച് തലയിൽ കെട്ടിക്കൊണ്ട് ചാടുകയും തുള്ളുകയും മറ്റും ചെയ്തു തുടങ്ങി. ആര് പറഞ്ഞാലും അവനൊന്നും അനുസരിക്കുകയുമില്ല. തെക്കോട്ട് നടക്കാൻ പറഞ്ഞാൽ വടക്കോട്ട് നടക്കും. ആരെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അവരെ അവൻ അടിക്കും. അതുകൊണ്ട് അവനെ അവൻ്റെ സഹോദരന്മാരും മറ്റും കൂടി പിടിച്ചു കെട്ടി വടിയും തടിയുമായി അടുത്തുകൂടി ഉന്തിയും തള്ളിയുമാണ് തെക്കോട്ട് കൊണ്ടു പുറപ്പെട്ടത്. അങ്ങനെ അവർ ഒരുവിധം കോട്ടയത്തെത്തി. അക്കാലത്തും കോട്ടയത്ത് നിന്ന് തെക്കോട്ടുള്ള നാട്ടുവഴി പള്ളിപ്പുറത്ത് കാവിൻ്റെ കിഴക്കേ നടയിൽ കൂടിയായിരുന്നു. അവർ നടയ്ക്ക് നേരെയായപ്പോൾ ആ ഭ്രാന്തൻ, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഇവിടെ ഞാൻ എൻ്റെ ഭഗവതി അമ്മയുടെ അടുക്കലിരിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ ഇരുന്നാൽ എൻ്റെ അമ്മ എന്നെ സുഖപ്പെടുത്തി വിടും. ഞാനിവിടെ ഇരുന്നോളാം. എൻ്റെ കൂടെ നിങ്ങൾ ആരും വേണമെന്നില്ല. നിങ്ങൾ എന്നെ തല്ലിയാലും കൊന്നാലും എൻ്റെ സുഖക്കേട് മാറിയാലല്ലാതെ ഞാൻ ഇവിടെ നിന്ന് വരികയില്ല എന്ന് പറഞ്ഞ് നടയ്ക്ക് നേരെ ഇരിപ്പായി. അപ്പോൾ അവിടെ ദേശക്കാരും വഴിയാത്രക്കാരുമായി അനേകം ജനങ്ങളും വന്നുകൂടി. അവരിൽ ചിലർ, എന്നാൽ ഇവൻ ഇവിടെ കുറച്ച് ദിവസം താമസിക്കട്ടെ,
ഭഗവതിയുടെ കൃപ കൊണ്ട് ഇവന്റെ സുഖക്കേട് ഭേദമായി എന്നും വരാമല്ലോ എന്നും മറ്റു ചിലർ, ഏറ്റുമാനൂർ ഭജനം ഇരുന്നിട്ട് മാറാത്ത ഭ്രാന്താണോ ഇവിടെ ഇരുന്നാൽ മാറുന്നത്, ഇനിയെങ്ങും ഇവനെ താമസിപ്പിക്കേണ്ട, കഴിയുന്നത് വേഗത്തിൽ ഇവനെ സ്വദേശത്തേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്നും. അപ്പോൾ വേറെ ചിലർ, അങ്ങനെ തീർച്ചയാക്കേണ്ട, ഭഗവതിയുടെ മഹാത്മ്യം അചിന്ത്യമാണ്, അതിനാൽ കുറച്ച് ദിവസം ഇവൻ ഇവിടെ താമസിക്കട്ടെ, ഇവന്റെ ഹിതവും അങ്ങനെയാണല്ലോ എന്നും പറഞ്ഞ് അവർ തമ്മിൽ വാദമായി. ആ സമയം കാവിൽ വെളിച്ചപ്പാട് തുള്ളി അവനെ കെട്ടഴിച്ചു വിടണം, അവൻ എങ്ങും പൊയ്ക്കളയുകയും ആരെയും ഉപദ്രവിക്കുകയും ചെയ്യുകയില്ല, അവൻ ഞാൻ സൂക്ഷിക്കുകയും സുഖപ്പെടുത്തി അയക്കുകയും ചെയ്തു കൊള്ളാം, അവൻ എൻ്റെ അടുക്കൽ 41 ദിവസം ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഇത് കേട്ട് അവൻ്റെ സഹോദരന്മാർ അവനെ അഴിച്ചുവിട്ടു. ഉടനെ ആ ഭ്രാന്തൻ, ഞാനൊന്ന് കുളിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് തെക്കോട്ട് നടന്നു തുടങ്ങി. വെളിച്ചപ്പാടിൻ്റെ കൽപ്പനയിൽ എല്ലാവർക്കും വിശ്വാസമുണ്ടായിരുന്നുവെങ്കിലും ഭ്രാന്തൻ്റെ കാര്യത്തിൽ ആർക്കും വിശ്വാസമില്ലാതിരുന്നതിനാൽ ചിലർ അവൻ്റെ പിന്നാലെ പോയി. അവൻ നേരെ കൊടൂരാറ്റിൽ ചെന്ന് കുളിച്ച് തിരികെ കാവിലെത്തി നടക്ക് നേരെ ചെന്ന് നിന്ന് ഭഗവതിയെ തൊഴുതിട്ട് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് തുടങ്ങി. അപ്പോഴും തുള്ളിക്കൊണ്ട് തന്നെ നിന്നിരുന്ന വെളിച്ചപ്പാട് അവിടെ കൂടിയിരുന്ന ജനങ്ങളോടായി, ഇവൻ കരിങ്കൽ പണിയിൽ അതിവിദഗ്ധനും ബിംബപ്രമാണം മുതലായവ അറിയുന്നവനുമാണ്. ഇവൻ സുഖമായി ജീവിച്ചിരുന്നാൽ ഇവൻ്റെ കൂട്ടുപണിക്കാർക്കും യശസ്സും ധനലാഭവും കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ച് അസൂയാലുക്കളായ കൂട്ടുകാർ ഇവന് കൈവിഷം കൊടുത്ത് ഭ്രാന്ത് പിടിപ്പിച്ചതാണ്. നെയ്യപ്പത്തിലാണ് ഇവന് കൈവിഷം കൊടുത്തിട്ടുള്ളത്. അതെൻ്റെ ലോകർക്ക് ഇപ്പോൾ ഞാൻ ബോധം വരുത്തി തരാം. ബിംബത്തിന് അഭിഷേകം കഴിച്ച തീർത്ഥത്തിൽ മഞ്ഞപ്രസാദം കലക്കി ഇവന് കൊടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഉടനെ ചിലർ ഒരു പാത്രത്തിൽ ശാന്തിക്കാരനോട് തീർത്ഥവും പ്രസാദവും മേടിച്ച് കലക്കി ഭ്രാന്തന് കൊടുക്കുകയും അവൻ അതെടുത്ത് ഒട്ടും മടിക്കാതെ സന്തോഷത്തോടു കൂടി സേവിക്കുകയും ചെയ്തു. പിന്നെ ഏകദേശം 1 നാഴിക കഴിഞ്ഞപ്പോൾ അവൻ മനം മറിയുന്നു എന്ന് പറഞ്ഞ് മതിൽക്ക് പുറത്തേക്ക് പോവുകയും ഉടനെ ഒന്ന് ഛർദ്ദിച്ചതിൽ നെയ്യപ്പത്തിൻ്റെ കഷ്ണങ്ങൾ കണ്ട് എല്ലാവരും ഏറ്റവും വിസ്മയിക്കുകയും ആ കല്ലൻ, ഹാവൂ, ഇപ്പോൾ എൻ്റെ തലയ്ക്ക് വിളവ് വീണു എന്ന് പറയുകയും ചെയ്തു. ഭഗവതിയുടെ നടയിൽ വന്നപ്പോൾ തന്നെ അവൻ്റെ ഭ്രാന്ത് മിക്കവാറും മാറി. കൈവിഷം ഛർദ്ദിച്ച് പോവുക കൂടി ചെയ്തപ്പോൾ അവന് പൂർണ്ണ സുഖം സിദ്ധിച്ചു. എങ്കിലും അവൻ 41 ദിവസം തികച്ചും ഭക്തിപൂർവ്വം ഭജിക്കുകയും ഭജനം കാലം കൂടിയതിനു ശേഷം സ്വസ്ഥചിത്തനായി സസന്തോഷം സ്വദേശത്തേക്ക് മടങ്ങി പോവുകയും ചെയ്തു. അവൻ സ്വദേശത്തെത്തിയതിനു ശേഷം 36 അങ്കുലം നീളത്തിലും അതിനു ചേർന്ന വീതിയിലും ഘനത്തിലും ഒരു വിഗ്രഹം പണിയാൻ മതിയാകത്തക്കവണ്ണം ഒരു കൃഷ്ണശില കീറിയെടുത്ത് വഞ്ചിയിൽ കയറ്റിക്കൊണ്ട് വീണ്ടും കോട്ടയത്തെത്തി. ആ ശിലയെടുപ്പിച്ച് പള്ളിപ്പുറത്തുകാവ് നടയിൽ കൊണ്ടുപോയി ഇടുവിച്ചിട്ട് അതുകൊണ്ട് ഭദ്രകാളിയുടെ ഒരു ബിംബം പണിത് കുറതീർത്തു. ആ ബിംബം അവൻ വഴിപാടായി നടക്കി വെച്ച് ദേവിയെ വന്ദിച്ചിട്ട് വീണ്ടും സ്വദേശത്തേക്ക് പോവുകയും ചെയ്തു. ആ വിഗ്രഹം കാഴ്ചയിൽ ഏറ്റവും ഭയങ്കരവും അതിൻ്റെ പണികളെല്ലാം അത്യന്തം മനോഹരങ്ങളും വിചിത്ര തരങ്ങളുമാണ്. ആ കല്ലൻ 1 കൊല്ലം കൊണ്ടാണ് അത് പണിതീർത്തത്. അതവൻ്റെ വഴിപാടായിട്ടായിരുന്നതിനാൽ അതിലേക്ക് യാതൊരു പ്രതിഫലവും അവൻ ആഗ്രഹിക്കുകയും അവൻ ആരും യാതൊന്നും കൊടുക്കുകയും ഉണ്ടായിട്ടില്ല. ആ ബിംബം കണ്ടിട്ടുള്ളവരെല്ലാം ഭദ്രകാളിയുടെ ഇപ്രകാരമുള്ള ഒരു ശിലാവിഗ്രഹം മറ്റൊരു സ്ഥലത്തുമില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 8 തൃക്കൈകളോടുകൂടിയും അവയിൽ 2 തൃക്കൈകൾ കൊണ്ട് ദാരുകാസുരനെ ശൂലത്തിന്മേൽ കുത്തിക്കോർത്ത് ഉയർത്തി പിടിച്ചുകൊണ്ടും വേതാളത്തിൻ്റെ കഴുത്തിൽ ഇരിക്കുന്നതുമായിട്ടാണ് ആ ദേവി വിഗ്രഹം അവൻ പണിതീർത്തത്. ആ കല്ലൻ ഈ ബിംബമുണ്ടാക്കി നടക്കി വെച്ച കാലത്ത് അവിടെ ഉണ്ടായിരുന്നത് ഓടുകൊണ്ട് വറുത്ത ഒരു കണ്ണാടി ബിംബമായിരുന്നു. ശ്രീ പോർക്കരിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് പൂജിച്ചിരുന്ന നാന്തകവാൾ കാലപ്പഴക്കം കൊണ്ട് തുരുമ്പ് പിടിച്ച് മിക്കവാറും ദ്രവിച്ചു പോയിരുന്നതിനാൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് ഭഗവതിയെ ആ വാളിന്മേൽ നിന്ന് ആവാഹിച്ച് ഈ കണ്ണാടി ബിംബത്തിങ്കലാക്കിയാണ് കുടിയിരുത്തിയിരുന്നത്. ആ കല്ലൻ ബിംബം പണിക്കുറ തീർത്ത് നടക്കി വെച്ചിട്ട് പോയതിനു ശേഷം അന്ന് കുടുംബത്തിൽ മൂപ്പായിരുന്ന കൊട്ടാരത്തിലുണ്ണി ഈ വിവരം വൈസ്കര പോറ്റിയുടെ അടുക്കൽ അറിയിക്കുകയും പോറ്റി ദേശക്കാരെ കൂടി വരുത്തി ആലോചിച്ച് നവീകരണ ക്രിയകളോടുകൂടി ബിംബപ്രതിഷ്ഠയും അഷ്ടബന്ധത്തോടുകൂടി ദ്രവ്യകലശവും ക്ഷേത്ര മര്യാദ പ്രകാരം പരിവാര പ്രതിഷ്ഠകളും നടത്തണമെന്ന് നിശ്ചയിക്കുകയും അവയ്ക്കെല്ലാം വേണ്ടുന്ന പണം ദേശക്കാരിൽ നിന്നും മറ്റുമായി പിരിച്ച് ശേഖരിക്കുകയും പ്രതിഷ്ഠയ്ക്ക് നല്ലതായ ഒരു മുഹൂർത്തം ജ്യോത്സ്യന്മാർ മുഖാന്തരം നിശ്ചയിക്കുകയും ചെയ്തു. തന്ത്രിയായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാട് മുതലായവരെയും ബിംബം പണിത കല്ലനെയും എഴുത്തുകളോടുകൂടി ആളുകളെ അയച്ച് മുൻകൂട്ടി വരുത്തി. ബിംബ പരിഗ്രഹം, ജലാധിവാസം മുതലായവയോടുകൂടി ക്രിയകളും ആരംഭിച്ചു. നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ ബിംബപ്രതിഷ്ഠയും മറ്റ് ക്രിയകളുമെല്ലാം യഥാവിധി നിർവിഘ്നം നടന്നു.
തെക്കുംകൂറി രാജാവിൻ്റെ ആനുകൂല്യവും വൈസ്കര പോറ്റിയുടെ സഹായവും ദേശക്കാരുടെ സഹകരണവും വേണ്ടതുപോലെ ഉണ്ടായിരുന്നതിനാൽ ആ ക്രിയകൾ നടത്തിക്കുന്നതിന് കൊട്ടാരത്തിലുണ്ണിക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. ആ പ്രതിഷ്ഠയും കലശവും നടന്നത് ഒരു മേടമാസം 10-ാം തീയതിയായിരുന്നു. അതിനാൽ ആ ദിവസത്തെ ആണ്ടുതോറും ആ ക്ഷേത്രത്തിൽ ഒരു വിശേഷ ദിവസമായി കൊണ്ടാടണമെന്ന് അന്ന് തന്നെ എല്ലാവരും കൂടി നിശ്ചയിക്കുകയും ചെയ്തു. അതിനാൽ അപ്രകാരം ഇപ്പോഴും ആചരിച്ചു വരുന്നുണ്ട്. അന്ന് പ്രതിഷ്ഠിച്ച ബിംബം തന്നെയാണ് ഇപ്പോഴും അവിടെയുള്ളത്. ഏറ്റുമാനൂർ ദേവന്റെ സന്നിധിയിൽ ഭജന വിരുന്നിട്ട് പോലും ഭേദമാകാത്ത ഭ്രാന്ത് നിഷ്പ്രയാസം ഭേദപ്പെടുത്തിയ പള്ളിപ്പുറത്ത് കാവിൽ ഭഗവതിയുടെ ശക്തിയും മഹാത്മ്യവും ഒട്ടും ചില്ലറയല്ല എന്നുള്ളത് വിശേഷിച്ചു പറയണമെന്നില്ലല്ലോ. അവിടെ ബിംബപ്രതിഷ്ഠ കഴിയുന്നതിന് മുമ്പ് കോടിമതക്കാരുടെ ദേശപരദേവത ഒരു ശാസ്താവായിരുന്നു. ആ ശാസ്താവിനെ കോടിമത ശാസ്താവ് എന്നാണ് പറഞ്ഞു വന്നിരുന്നത്. ഈ ഭഗവതിയുടെ ചൈതന്യം വർദ്ധിച്ചതിനോടുകൂടി ആ ശാസ്താവിൻ്റെ കാര്യം എല്ലാവരുടെ മനസ്സിൽ വിസ്മൃതപ്രായമായി തീർന്നു. ഇപ്പോൾ ആ ശാസ്താവിനെ ആരും ആദരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നില്ല. പള്ളിപ്പുറത്ത് കാവിൽ ഭഗവതിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഇനിയും വളരെ പറയാനുണ്ട്. അവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തീർക്കുന്ന കാര്യം അസാധ്യമാണ്. വീഡിയോയ്ക്ക് ലെങ്ത് കൂടും. അതിനാൽ അതൊരു മറ്റൊരു കഥയായി നമുക്ക് മറ്റൊരു ദിവസം കേൾക്കാം. ഇത്രയും നേരം ഈ കഥ കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങൾക്കിത് ഇഷ്ടമാവുന്നുണ്ടോ എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.